ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ അരളി ഒരു വില്ലനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേ ഒരു പശുവും കുട്ടിയുമാണ് ചത്തുപോയത്. അരളിയില കഴിച്ചതാണ് മരണ കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ പറയുന്നത്. 2 ദിവസം മുൻപാണ് ഈ പശു ചത്തുപോയത്. പോസ്റ്റ്മോർട്ടത്തിൽ അരളിയാണ് മരണ കാരണമെന്ന് കണ്ടെത്തിയത്. കുറച്ച് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യവുമാണ്. CK അഭിലാൽ ചേരുന്നു. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട നമ്മുടെ ഹരിപ്പാട് സ്വദേശിനി സൂര്യ മരിച്ചതിന്റെ കാരണം അരളിപ്പൂവിനുള്ളിലെ വിഷാംശം ഉള്ളിൽ ചെന്നാണ് എന്നുള്ളത് വളരെ ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഇപ്പോൾ ആ ആശങ്കയ്ക്ക് ആക്കം കൂട്ടുന്നതാണ് പശുവിന്റെയും പശുക്കിടാവും ചത്ത സംഭവം കൂടി പുറത്തു വരുന്നത്. അപ്പോൾ എന്താണ് ഡോക്ടർമാർ പറയുന്നത്? തെങ്ങമം മഞ്ജു ഭവനിലെ 4 മാസം മാത്രം പ്രായമുള്ള കിടാരിയും 4 വയസ്സ് പ്രായമുള്ള പശുവുമാണ് ചത്തത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ആദ്യം ചാകുന്നത് കിടാരിയായിരുന്നു. പിന്നെ വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ് പശുവും ചത്തത്. പോസ്റ്റ്മോർട്ടത്തിലാണ് അരളി ഇലയിൽ നിന്നുള്ള വിഷാംശമാണ് മരണകാരണം എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് ജില്ലാ വെറ്റിനറി ഓഫീസർ ഹരികുമാർ സ്ഥിരീകരിക്കുന്നുണ്ട്. ബുധനാഴ്ച മറ്റ് തീറ്റകൾക്കൊപ്പമാണ് അരളിയുടെ ഇല കൂടി ഭക്ഷണത്തിന്റെ ഭാഗമാക്കിയത്. തുടർന്ന് ദഹനക്കേടിന് സമാനമായ ലക്ഷണങ്ങൾ കിടാരിയും പശുവും കാണിച്ചു. തുടർന്ന് പഞ്ചായത്ത് മൃഗാശുപത്രിയിലെത്തി മരുന്ന് വാങ്ങിക്കൊണ്ട് എത്തിയ ഘട്ടത്തിലാണ് കിടാരി ചത്തത്. തുടർന്ന് സമാന രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച പശുവിനും എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ഭയത്തെ തുടർന്ന് വീണ്ടും പഞ്ചായത്ത് വെറ്റിനറി കേന്ദ്രത്തിൽ ഇവരെ എത്തുകയായിരുന്നു. അങ്ങനെ കുത്തിവയ്പ് എടുക്കാൻ വേണ്ടി വെറ്റിനറി കേന്ദ്രത്തിൽ നിന്നും ആളെത്തിയപ്പോഴാണ് സമീപത്ത് ഭക്ഷണാവശിഷ്ടങ്ങളുടെ ഭാഗങ്ങൾ കൂടി കണ്ടെത്തിയത്. ഇത് സംശയത്തിന് ഇടവരുത്തിയിരുന്നു. തുടർന്ന് അന്ന് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടി പശുവും ചത്തു. വിശദമായ പോസ്റ്റ്മോർട്ടത്തിനൊടുവിലാണ് വിഷാംശം അരളിയിൽ നിന്നുള്ളതാണ് എന്ന് വ്യക്തമായത്. അരളി അത് ഇത്രയും കാലം നമ്മൾ അതിനെ വളരെ ജാഗ്രതയോടെ കണ്ടില്ല. പക്ഷെ ഇനി തൊട്ടെങ്കിലും അത് കുറച്ച് വില്ലനാണ്, കുറച്ച് വിഷാംശമൊക്കെ ഉള്ള ഒരു സസ്യമാണ് അരളി എന്നതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. ഒരാൾ മരിച്ചു. ഇപ്പോഴത്തെ ഒരു പശു കുട്ടിയാണ് ഇപ്പോൾ ചത്തുപൊരുക്കുന്ന പത്തനംതിട്ടയിൽ നിന്ന്. അപ്പോൾ